തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം 31 വാർഡുകളിലേക്കാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നത്. ഇടുക്കി കരിവണ്ണൂർ പഞ്ചായത്തിൽ നടന്ന പന്നൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തു. പഞ്ചായത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് സൂചന. തൃശൂർ നാട്ടിക പഞ്ചായത്തിലെ 9ാം വാർഡും LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തപ്പോൾ പത്തനംതിട്ട എഴുമാറ്റൂരിലെ ഇരുമ്പുകുഴി വാർഡ് UDFിൽ നിന്ന് BJP പിടിച്ചെടുത്തു. ശശിനാരായണനും സാഗറും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുക. ശശിനാരായണൻ, ഇതിൽ പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ UDFിൽ നിന്ന് BJP പിടിച്ച ഇരുമ്പുകുഴി വാർഡാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റു മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇത് BJPയുടെ ശക്തി കേന്ദ്രമാണോ? ശശിനാരായണൻ, കേൾക്കാമോ? ശശിനാരായണൻ കേൾക്കാമോ? സാഗർ ഉണ്ട് ഇടുക്കിയിൽ. സാഗർ, ഒരു ഭരണമാറ്റമാണ് ഇടുക്കി കാണേണ്ടത്. കാരണം നമുക്കറിയാം, ഈ പന്നൂർ വാർഡ്, ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡിൽ LDFിന്റെ സിറ്റിംഗ് സീറ്റ് UDF പിടിച്ചെടുത്തതോടുകൂടി പഞ്ചായത്തിൽ ഒരു ഭരണമാറ്റത്തുള്ള സാഹചര്യമുണ്ട്. അവിടുത്തെ സീറ്റ് നില എങ്ങനെയാണ്? കാര്യങ്ങൾ മാറി മറിയുമോ? തീർച്ചയായും ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF ആണ് പന്നൂർ വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. LDFിന്റെ സിറ്റിംഗ് സീറ്റാണ് UDF പിടിച്ചെടുത്തിരിക്കുന്നത്. UDFിലെ AN ദിലീപ് കുമാറാണ് ഈ വാർഡിൽ, പന്നൂർ വാർഡിൽ വിജയിച്ചിരിക്കുന്നത്. തൊടുപുഴയ്ക്കടുത്തുള്ള കരിമണ്ണൂർ പഞ്ചായത്തിലെ വാർഡാണിത്. ഇവിടെ നിലവിൽ UDFിന് 7, LDF 7 എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ കക്ഷി നില. എന്നാൽ സ്വതന്ത്രൻ ഒപ്പം കൂടിയതോടുകൂടിയാണ് LDFിന് ഇവിടെ ഭരണം കിട്ടിയത്. ഇവിടെ കൂറുമാറിയ ഒരു പഞ്ചായത്ത് അംഗം കൂറുമാറിയിരുന്നു. ഇതേ തുടർന്നാണ് ഈ വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർഡ് UDF പിടിച്ചെടുത്തതോടെ ഇപ്പോൾ ഈ പഞ്ചായത്തിൽ ഭരണമാറ്റത്തിനാണ് സാധ്യത. LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് UDF പിടിച്ചെടുക്കാനാണ് സാധ്യത. നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ തുടർന്നുള്ള ദിവസങ്ങളിൽ അവിശ്വാസം ഉൾപ്പെടെ കൊണ്ടുവരുമെന്നാണ് UDF നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഈ വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരാൾ കൂറുമാറിയതിനെ തുടർന്നായിരുന്നു ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഈ വാർഡാണ് ഇപ്പോൾ UDF പിടിച്ചെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത്. ശശിനാരായണനിലേക്ക് ഒന്ന് പോകണം. ശശിനാരായണൻ, ഇവിടെ BJP ഒരു വാർഡിൽ വിജയിച്ചിരിക്കുന്നു. UDFിൽ നിന്നാണ് ഈ വാർഡ് പിടിച്ചെടുത്തത് എന്നാണ് മനസ്സിലാകുന്നത്. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ എഴുമാറ്റൂരിലെ ഇരുമ്പുഴി വാർഡ്, അത് BJPയുടെ ശക്തി കേന്ദ്രമാണോ? രഞ്ജിത്ത്, BJPയുടെ ശക്തി കേന്ദ്രം എന്ന് നമുക്ക് പറയാം. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ എഴുപത്തൂര് നിലവിലുള്ളത് കോൺഗ്രസിൽ നിന്നാണ് BJP വിജയിച്ചിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി റാണിയാണ് വിജയിച്ചിരിക്കുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ അവിടെ BJPക്ക് ഒരു മുന്നേറ്റമുള്ള ഒരു വാർഡ് തന്നെയാണ്. നിലവിൽ 5 സ്ഥലത്താണ് ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ 5 സ്ഥലങ്ങളാണ്, 5 ഇടങ്ങളിലാണ്. അതായത് 2 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും 3 പഞ്ചായത്ത് വാർഡുകളിലുമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇവിടെ ഫലം പറഞ്ഞ 3 സ്ഥലങ്ങളിലും 3 വാർഡുകളിലാണ് ഫലം നമുക്ക് പഠിപ്പിക്കുന്നത്. LDF എന്ന UDF എന്ന BJP ഒക്കെയാണ് 3 ഫലമാണ് അറിഞ്ഞിരിക്കുന്നത്. അതായത് ഇരുപത്തോളം പഞ്ചായത്ത് LDF ആണ് ജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട 70 പഞ്ചായത്തിൽ BJP ജയിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു പുസ്തക സീറ്റായിരുന്നു, അത് BJP ജയിച്ചിരിക്കുന്നു. ഒപ്പം വെരണം പഞ്ചായത്തിൽ 7ാം വാർഡിൽ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നു. അവിടെ 12ാം വാർഡിലാണ് ചാനലിലേക്ക് വരെ VV അരുൺ കൂടി തുടരുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അനുസരിച്ച് ഇതിനകം തന്നെ ഏതാണ്ട് 4ഓളം വാർഡുകൾ UDF LDFിൽ നിന്ന് പിടിച്ചെടുത്തു. ചില വാർഡുകൾ 2 വാർഡുകൾ LDF വിജയിച്ച പശ്ചാത്തലമുണ്ട്. BJPയിൽ നിന്നും UDFിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. പൊതുവെ ഒരു സമഗ്ര ചിത്രം കൊല്ലം പടിഞ്ഞാറെ കല്ലടയിലെ വാർഡാണ് ഇപ്പോൾ LDF പിടിച്ചെടുത്തിരിക്കുന്നത്. കണ്ണൂരിൽ LDF മാടായി വാർഡ് നിലനിർത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ എഴുമറ്റൂർ 5ാം വാർഡിൽ BJP ജയിച്ചു. കോൺഗ്രസിൽ നിന്നാണ് സീറ്റ് പിടിച്ചെടുത്തത്. അങ്ങനെ ഒരു സമഗ്ര ചിത്രം വരുമ്പോൾ എങ്ങനെയാണ് പൊതുവെ കാര്യങ്ങൾ? 31 സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇത് നിലവിലെ കക്ഷി നിലയനുസരിച്ച് LDFിന് 15ഉം UDFിന് 13ഉം 3 സീറ്റ് BJPക്കുമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ 7 സീറ്റ് LDF ജയിച്ചിട്ടുണ്ട്. 5 UDFും 3 NDയും 1 അതേ സ്വതന്ത്രരായിരിക്കാം. 16 സീറ്റുകളുടെ ഫലമാണ് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ചെറിയൊരു മേൽക്കൈ LDFിനുണ്ട്. പക്ഷേ LDFിന് 15 സീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. LDF തന്നെയായിരുന്നു മുന്നിലുള്ള. തിരുവനന്തപുരത്ത് ഒരു വെള്ളറട പഞ്ചായത്തിലെ ഒരു സീറ്റിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ അത് BJPയുടെ സിറ്റിംഗ് സീറ്റ് ആയത്. വെള്ളറട പഞ്ചായത്തിലെ കരിക്കാമൻകോട് വാർഡ് BJPയിലെ അഖില അവിടെ BJPക്ക് വേണ്ടി സീറ്റ് നിലനിർത്തി. 130 വോട്ടിന്റെ ലീഡാണ് അഖിലയ്ക്ക് ഉണ്ടായത്. മഞ്ചേരി നഗരസഭയിലെ കരുബ്ര ഡിവിഷൻ CPMൽ നിന്ന് കോൺഗ്രസ്
പിടിച്ചെടുത്തു. കോൺഗ്രസിലെ ഫൈസൽ മോനാണ് 43 വോട്ടുകൾക്ക് വിജയിച്ചത്. ആലങ്കോട് പഞ്ചായത്തിലെ അവിടെ LDF സ്ഥാനാർത്ഥി UDF സിറ്റിംഗ് സീറ്റ് LDF അവിടെ അബ്ദുൾ റഹ്മാൻ എന്ന സ്ഥാനാർത്ഥി പിടിച്ചെടുക്കുകയായിരുന്നു. കൊല്ലം തെറ്റിമുറിയിൽ LDF ജയിച്ചു. അവിടെ BJPയുടെ സിറ്റിംഗ് സീറ്റാണ് അവർ പിടിച്ചെടുത്തത്. ഇത്തരത്തിൽ നാട്ടികയിൽ LDFന് വർഷങ്ങൾക്ക് ശേഷം ഭരണം നഷ്ടമാകുമെന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നാട്ടികയിൽ അവിടെ UDF ആണ് ജയിച്ചത്. അവിടെ LDFന്റെ ഭരണമായിരുന്നു. 5 സീറ്റ് വീതമായിരുന്നു അവിടെ സീറ്റുകൾ LDFനും UDFനും. പക്ഷേ ഒരു സീറ്റ് BJPക്ക് ഉണ്ടായിരുന്നു. അവിടെ ക്ഷമിക്കണം, CPMന്റെ സിറ്റിംഗ് സീറ്റ് അവിടെ UDF പിടിച്ചെടുക്കുകയായിരുന്നു. P. വിനു അവിടെ 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. കണ്ണൂരിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് LDF നിലനിർത്തി 199 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. CPMന്റെ സിറ്റിംഗ് സീറ്റ് നാട്ടികയിൽ പിടിച്ചെടുത്തതിലൂടെ അവിടെ ഭരണമാറ്റം ഉണ്ടാകും. UDFന് അവിടെ ഭരണം കിട്ടും. നിലവിൽ 5 വീതം സീറ്റുകളാണ് LDFനും UDFനും ഉണ്ടായിരുന്നത്. ഒരു സീറ്റ് അധികം ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് UDF അധികാരത്തിലേക്ക്. നാട്ടിക വളരെ നാളുകളായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്താണ്. പാലക്കാട് തച്ചമ്പാറ പഞ്ചായത്ത് UDFന് വിജയം ഉണ്ടായിരിക്കുന്നു. 4ാം വാർഡ് കോഴിയോട് LDFിൽ നിന്നാണ് അവിടെ UDF 20 വോട്ടിന് ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അലി തെക്കേടത്ത് വിജയിച്ചത്. അവിടെ അതുകൊണ്ട് UDFന്റെ സീറ്റ് നില അവരുടെ ടാലി 8ആയി ഉയരും. LDFന് തച്ചമ്പാറയും പഞ്ചായത്ത് ഭരണം നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. ചാലിശ്ശേരിയിലും UDFന് അവിടെ ആശ്വാസമുണ്ട്. ചാലിശ്ശേരി UDF നിലനിർത്തുകയായിരുന്നു. 104 വോട്ടുകൾക്ക് UDFിലെ K. സുജിതയാണ് അവിടെ വിജയിച്ചത്. ഏഴുമറ്റൂർ പത്തനംതിട്ടയിലെ ഏഴുമറ്റൂർ 5ാം വാർഡിൽ BJP ജയിച്ചു. കോൺഗ്രസിൽ നിന്ന് BJP ആ വാർഡ് പിടിച്ചെടുക്കുകയായിരുന്നു. BJP സ്ഥാനത്ത് റാണിയാണ് അവിടെ വിജയിച്ചു കയറിയത്. നിരണത്ത് 7ാം വാർഡ് 21 വോട്ടിന് റജി കണിയാൻ 28 വർഷമായി LDFന്റെ കൈവശമുണ്ടായിരുന്ന സീറ്റ് UDF കോൺഗ്രസ് പിടിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെ മാറി മറിയുന്ന ഫലമുണ്ട്. മാടായി പഞ്ചായത്തിലെ 6ാം വാർഡ് LDF 234 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് നിലനിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ പാലക്കാട് കൊടുവായൂർ പഞ്ചായത്തിലെ കൊടുവായൂർ 13ാം വാർഡാണ് അവിടെ CPM നിലനിർത്തിയത്. 108 വോട്ടുകൾക്ക് മുരളീധരൻ അവിടെ വിജയിക്കുകയായിരുന്നു. പാലക്കാട് ചാലിശ്ശേരി പഞ്ചായത്ത് നേരത്തെ പറഞ്ഞതാണ്. അത്തരത്തിൽ LDFും UDFും തുടരുക. ഇപ്പോൾ തച്ചൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് നാരായണൻകുട്ടി ടെലിഫോൺ ലൈനിലുണ്ട്. ഇത് എങ്ങനെയാണ് താങ്കൾ ഈ വിജയത്തോട് പ്രതികരിക്കുന്നത്? മറ്റെന്തൊക്കെ മാറ്റങ്ങൾക്കാണ് സാധ്യത? ഹലോ, കേൾക്കാമോ? തെരഞ്ഞെടുപ്പ് ഫലം വന്നല്ലോ, എങ്ങനെയാണ് ആദ്യ പ്രതികരണം? തെരഞ്ഞെടുപ്പ് നിലവില് LDFന്റെ സീറ്റായിരുന്നു. നിലവില് UDF 28 വോട്ടുകൾക്ക് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ വോട്ട് 104 വോട്ടാണ്. അത് 40ആയി ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ തച്ചമ്പാറ കണ്ടുകൊണ്ടിരിക്കുന്നത്. 40ആയി ചുരുങ്ങി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2 ഉപതെരഞ്ഞെടുപ്പുകളിലും വ്യക്തമായി BJPക്ക് കിട്ടുന്ന വോട്ട് UDFന് കിട്ടുന്നതായിട്ട് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. കണക്കുകൾ സൂചിപ്പിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ UDF BJP ധാരണ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് UDFന്റെ വിജയമെന്ന് താങ്കൾ പറയുന്നു? തീർച്ചയായിട്ടും. ഇത് മറ്റ് സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ ഇങ്ങനെ ഒരു പരാജയത്തിന്? ഈ ഒരു കൂട്ടുകെട്ട് മാത്രമാണോ വിജയത്തിലേക്ക് വന്നത്? ഗ്രാമപഞ്ചായത്തില് വികസനത്തിനെതിരെ ഒരു വാക്കുപോലും സംസാരിക്കാൻ നിലവിലെ ഭരണസമിതിക്കെതിരെ സംസാരിക്കാൻ UDFനായിട്ടില്ല. അത്തരത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ളത്. ശരി, തച്ചൻപാറ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചത്. നമുക്ക് CV അനുമോദ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അനുമോദ്, മലപ്പുറത്ത് നിന്ന് വന്ന ഒരു ഫലം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. നമുക്കറിയാം മലപ്പുറമൊക്കെ എങ്ങനെയാണ്, മഞ്ചേരി നഗരസഭയൊക്കെ UDFന്റെ ശക്തിയുള്ള, ലീഗിനൊക്കെ ശക്തിയുള്ള പ്രദേശമാണ്. അവിടെ CPMൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു അല്ലേ? കോൺഗ്രസിലെ ഫൈസൽ മോൻ ജയിച്ചു 43 വോട്ടുകൾക്ക്. എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, മലപ്പുറത്ത് 2 അട്ടിമറികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഒന്ന് മഞ്ചേരി നഗരസഭയിലാണ്. മഞ്ചേരി നഗരസഭയിലെ കരുവമ്പുറം വാർഡിലാണ് ഒരു അട്ടിമറി വന്നിരിക്കുന്നത്. അവിടെ നേരത്തെ LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായ ഫൈസൽ മോൻ വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് നേരത്തെ തന്നെ മഞ്ചേരി നഗരസഭ UDFന് മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ള നഗരസഭയാണ്. അവിടെ LDFന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ആലങ്കോട് പഞ്ചായത്ത്, അവിടെ LDF ആണ് സിറ്റിംഗ് സീറ്റ് UDFിൽ നിന്നും നേടിയത്. UDFന്റെ സ്ഥാനാർത്ഥിയെ LDF സ്ഥാനാർത്ഥിയായ അബ്ദുൾ റഹ്മാനാണ് തോൽപ്പിച്ചത്. 410 വോട്ടിന്റെ വലിയ ഒരു ഭൂരിപക്ഷമാണ്
അവിടെ LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ 2 അട്ടിമറികളാണ് മലപ്പുറത്ത് ഇതുവരെ വന്ന ഫലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി 2 ഇടങ്ങളിലെ കൂടി ഫലം വരാനുണ്ട്. അത് ജില്ലാ പഞ്ചായത്ത് തൃക്കലങ്ങോട് ഡിവിഷൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ AP ഉണ്ണികൃഷ്ണൻ മരിച്ച സാഹചര്യത്തിലാണ് തൃക്കലങ്ങോട് ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അതിന്റെയും അതേപോലെ തൃക്കലങ്ങോട് മരത്താണി വാർഡിലെയും ഫലങ്ങളാണ് ഇനി ഇവിടെ വരാനുള്ളത്. ഇവിടെ 2ലും UDF പ്രതീക്ഷ അർപ്പിക്കുന്നതാണ്. പക്ഷെ ഈ അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്ന ഒരു ശ്രമമാണ് LDFന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷന്റെ ആദ്യത്തെ റൗണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ അവിടെ LDFന് നേരിയ മുൻതൂക്കമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും നിലവിൽ LDFും UDFും അട്ടിമറി വിജയം 2 ഇടങ്ങളിലായി നേടിയിട്ടുണ്ട് മലപ്പുറത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് 2 ഇടങ്ങളിലെ ഫലം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. ശരി, CV അനുമോദാണ്. അരുണ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലസൂചന അനുസരിച്ച് ഇതുവരെയുള്ള റിസൾട്ടുകളിൽ 3ഇടത്ത് LDFന് ഭരണം പോകും. ഇടുക്കി കരിമണ്ണൂരും പാലക്കാട് തച്ചമ്പാറയിലും തൃശൂർ നാട്ടികയിലുമാണ് ഈ ഭരണമാറ്റം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ 3ഇടത്ത് LDFന് ഭരണം പോകുന്ന സാഹചര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് ഇനി എത്രയിടത്ത് കൂടി ബാക്കിയുള്ള 31 സ്ഥലങ്ങൾ വരാനുണ്ട്. അവിടെ ആർക്കൊക്കെ ഭരണം നഷ്ടമാകുമെന്ന കാര്യത്തിൽ വ്യക്തത പറയുന്നുണ്ട്. ഔദ്യോഗിക കണക്ക് പ്രകാരം നിലവിൽ LDF 8 സീറ്റും UDF 6 സീറ്റുമാണ് വിജയിച്ചിട്ടുള്ളത്. 3 സീറ്റ് NDAക്കുണ്ട്. ലീഡിംഗ് ഈ 8ന് പുറമെ 7 സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെയെങ്കിൽ 8 7 15 ആകും. UDFന്റെ 6 4 10 ആകും. BJP 3ഇടത്ത് ജയിച്ചു. BJP ലീഡിംഗ് ഒന്നും നിലവിൽ കാണിക്കുന്നില്ല. ഏതായാലും 15 സീറ്റ് LDFന് സിറ്റിംഗ് സീറ്റാണ്, 13 UDFന് സിറ്റിംഗ് സീറ്റാണ്. ഇപ്പോഴത്തെ ടാലി നോക്കുമ്പോൾ 15 സീറ്റ് LDFന് സിറ്റിംഗ് സീറ്റ്, അല്ലെങ്കിൽ ഈ 15 എന്ന നമ്പർ ലീഡിങ്ങും വിജയിച്ചതുമായി നോക്കുമ്പോൾ 15 സീറ്റ് കാണുന്നുണ്ട്. പക്ഷേ അത് നിസ്സാര വോട്ടുകളൊക്കെ ഇങ്ങനെ പലയിടത്തും ഫലങ്ങൾ മാറി പറയുന്നത് അന്തിമ ഫലത്തിൽ എന്താകുമെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതാണ് സാഹചര്യം. ഏതായാലും 3 പഞ്ചായത്തുകളിലെങ്കിലും ഭരണമാറ്റം വരുമെന്നുള്ളതാണ്. തച്ചമ്പാറ 4ാം വാർഡ് LDFൽ നിന്ന് UDF പിടിച്ചെടുത്തു. ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്തിലെ പനൂർ വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ LDF സിറ്റിംഗ് സീറ്റ് UDF ജയിച്ചു. നാട്ടികയിൽ LDF സീറ്റ് UDF പിടിച്ചു. അങ്ങനെ 3 പഞ്ചായത്തുകളിൽ ഭരണമാറ്റമുണ്ടാകും. അന്തിമമായ 31 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 31 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ അന്തിമമായ ഫലസൂചനകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ 3ഇടത്ത് ഇതിനകം തന്നെ ഭരണമാറ്റം എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. LDF ഭരിച്ചിരുന്ന പഞ്ചായത്തുകളാണ് ഇവയൊക്കെ. അഞ്ചൽ ഏരൂർ പഞ്ചായത്തിലെ ആലഞ്ചേരി വാർഡിൽ LDF സ്ഥാനാർത്ഥി മഞ്ജു 510 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. BJP ആണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. 260 വോട്ട് നേടി UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഒരു സാഹചര്യം കൂടി അഞ്ചൽ ഏരൂർ പഞ്ചായത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കൊല്ലം തെറ്റിമുറിയിൽ LDFന് ജയം, BJPയുടെ സീറ്റ് പിടിച്ചെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ സംസ്ഥാനത്ത് 3 പഞ്ചായത്തുകളിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം. അതിൽ കൂടുതൽ സംഭവവികാസങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷെ അപ്പോഴും അന്തിമമായ ഒരു ഫലസൂചനകളിലേക്ക് 31-ൽ നേരത്തെ അരുൺ പറഞ്ഞതനുസരിച്ച് 15 സീറ്റുകൾ LDFന്റെ സിറ്റിംഗ് സീറ്റുകളും 13 UDFന്റെ സിറ്റിംഗ് സീറ്റുകളുമായിരുന്നു. ഇവിടെയൊക്കെ ഫലസൂചനകൾ എങ്ങനെയാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വിവിധ സ്ഥലങ്ങളിൽ LDF UDF പ്രവർത്തകരുടെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പത്തിയൂർ എന്നുള്ള കാഴ്ചയാണ്. പത്തിയൂരിലും UDF ആണ് വിജയിച്ചത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളം താലൂക്കിലെ പത്തിയൂരിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അത് അങ്ങനെ ഒരുപാട് 31 സ്ഥലത്തെ ഫലസൂചനകൾ അന്തിമമായി അതിനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്നാം